ഫ്രണ്ട്സ്, ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കയാണ് ഞാൻ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ വഴറ്റാതെ സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ വെണ്ടയ്ക്ക ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് മുരിങ്ങക്കായ, ബീൻസ്, വാഴക്ക, ഒരു കഷ്ണം മത്തൻ, ഒരു കഷ്ണം ചേന, ഇങ്ങനെയൊക്കെ ഒക്കെ 2-3-4 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 തക്കാളി ചേർത്തിട്ടുണ്ട്, 6 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ്. 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ടത് 1-2 മിനിറ്റ് ഒന്നും കൂടി മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, പുളിയും കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പരിപ്പാണ്. ഞാൻ 1/2 കപ്പ് പരിപ്പ്, 1 സവോളയും 2-3 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. ആ പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക. അതാ നമ്മൾ സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിന് വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കുറച്ച് ചെറിയ ഉള്ളിയാണ്, 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, 2-3 വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ടിതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഉള്ളി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു സാമ്പാറാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.